Welcome you all to Kerala School Tuition YouTube channel. So, കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത 8th ക്ലാസ്സിലെ ബേസിക് സയൻസ്, ആ ബേസിക് സയൻസിൻ്റെ സെക്കൻഡ് യൂണിറ്റ് അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ബാക്കിയാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. നോക്കാം നമുക്ക്. സോ പ്ലാന്റ് ടിഷ്യൂ. സോ പ്ലാന്റ് ടിഷ്യൂവിൽ പല ടൈപ്പിലുള്ള ടിഷ്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ. ഓക്കെ, സോ പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ നോക്കാം നമുക്ക്. സോ ഇവിടം വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയത്. സോ പാരൻ കൈമ, ഇതിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, ഈ ബോക്സ്, ഇതെല്ലാം നിങ്ങൾ എക്സാമിന് വേണ്ടി പഠിച്ചിരിക്കണം. കറക്റ്റായിട്ട് പഠിച്ച് എഴുതാൻ റെഡി ആയിരിക്കണം. പാരൻ കൈമ കമ്പോസ്ഡ് ഓഫ് സെൽസ് വിത്ത് ദ സിംപ്ലസ്റ്റ് സ്ട്രക്ചർ. സോ എമംഗ് ദ ഡിഫറെൻറ്റ് പ്ലാന്റ് ടിഷ്യൂ, പാരൻ കൈമ ഈസ് ദ ടിഷ്യൂ വിത്ത് ദ സിംപ്ലസ്റ്റ് സ്ട്രക്ചർ. ഏറ്റവും ലളിതമായ സ്ട്രക്ചർ ഉള്ളതാണ് പാരൻ കൈമ എന്ന് പറയുന്നത്. വേർ ഇറ്റ് ഈസ് സീൻ ഇൻ ദ സോഫ്റ്റ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്. സോ പ്ലാന്റിന് ഏതെല്ലാം സോഫ്റ്റ് പാർട്ട് ഉണ്ടോ, നിങ്ങൾ ഒരു പ്ലാന്റിൻ്റെ ഏതെങ്കിലും പാർട്ട് പിടിച്ച് അതിനെ ഞെക്കുമ്പോൾ അതിൻ്റെ ഇല എടുത്ത് ഞെക്കില്ലേ, അതിൻ്റെ തണ്ടെടുത്ത് ഞെക്കില്ലേ, ആ സോഫ്റ്റ് പാർട്സിൽ വരുന്ന ടിഷ്യൂ ആണ് പാരൻ കൈമ എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഫോട്ടോസിന്തസിസ് ആൻഡ് ദ സ്റ്റോറേജ് ഓഫ് ഫുഡ്. അപ്പോൾ നേരത്തെ പറഞ്ഞത് ഇതുമായിട്ട് നമുക്ക് തട്ടിച്ച് നോക്കിക്കൂടെ. ഇപ്പോൾ ഇല എടുക്കുമ്പോൾ ഇല മൃദുലമല്ലേ ഇല എന്ന് പറയുന്നത്, ലീഫ്, യെസ് ഓർ നോ? ലീവ്സ് ആർ വെരി സോഫ്റ്റ്. സോ സോഫ്റ്റ്നെസ്സിന് കാരണം അത് പാരൻ കൈമ ടിഷ്യൂ ആണ്. പ്ലസ് ദിസ് ലീവ്സ് ഹെൽപ്പ് ഇൻ ദ ഫോട്ടോസിന്തസിസ് പ്രോസസ്. സോ ഈ ഫോട്ടോസിന്തസിസ് പ്രോസസ് പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നത് ഈ പാരൻ കൈമ ടിഷ്യൂവിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. Okay, so parenchyma, only 3 points. One is it is simple. Second one, it is soft. Third one, photosynthesis. Fourth one, storage. So food in the storage, photosynthesis help ചെയ്യുന്നു. Soft part ആണ്, simple structure ആണ്. Okay. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോളൻ കൈമ. സോ കോളൻ കൈമ കമ്പോസ്ഡ് ഓഫ് സെൽസ് ദറ്റ് ആർ തിക്ക് ഓൺലി അറ്റ് ദ കോർണേഴ്സ് ഓഫ് ദി സെൽ വാൾ. സോ കോളൻ കൈമ ടിഷ്യൂവിനകത്തുള്ള സെൽസ് എന്ന് പറയുന്നത് ദറ്റ് ആർ തിക്ക് ഓൺലി അറ്റ് ദ കോർണേഴ്സ് ഓഫ് ദ സെൽ വാൾ. സെൽ വാളിൻ്റെ കോർണറുകൾ തിക്കായിട്ടുള്ള ഒരു ടൈപ്പ് സെല്ലാണ് കോളൻ കൈമ എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് സപ്പോർട്ട് ടു ദ പ്ലാന്റ്സ്. ഓക്കെ, സോ 2 പോയിന്റേ ഉള്ളൂ. ഒന്നെന്ന് പറയുന്നത് തിക്ക് അറ്റ് ദ കോർണേഴ്സ്, സെക്കൻഡ് വൺ ഫ്ലെക്സിബിലിറ്റി, തേർഡ് വൺ സപ്പോർട്ട്. ഓക്കെ, സോ 3 പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കണം കോളൻ കൈമ. നെക്സ്റ്റ് ഈസ് സ്ക്ലീറൻ കൈമ. Scleran chyma composed of cells that are uniformly thick all over the cell wall. So the cell wall throughout വളരെ തിക്കായിട്ടുള്ള ഒരു ലെയറാണ് സ്ക്ലീറൻ കൈമ ടിഷ്യൂ എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ് സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട് ടു ദ പ്ലാന്റ് പാർട്സ്. സോ പ്ലാന്റ് പാർട്സിന് സ്ട്രെങ്തും സപ്പോർട്ടും കൊടുക്കുന്നു ഈ സ്ക്ലീറൻ കൈമ എന്ന് പറയുന്നത്. സോ ഒന്ന്, യൂണിഫോംലി തിക്കായിട്ടുള്ള സെൽ വാളുണ്ട്. 2, ഇറ്റ് പ്രൊവൈഡ് സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട് ടു ദി പ്ലാന്റ് പാർട്സ്. ഓക്കെ, സോ പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ, അതിൻ്റെ റെസ്പെക്റ്റീവ് ഫീച്ചേഴ്സ് ഓർത്തിരിക്കുക എക്സാമിന് വേണ്ടി. മെയിൻലി 2 ടൈപ്സ് ഓഫ് വാസ്കുലർ ടിഷ്യൂ ആണ് നമുക്ക് പ്ലാന്റ്സിനകത്തുള്ളത്. ഒന്ന് സൈലമാണ്, ഒന്ന് ഫ്ലോയമാണ്. ദ വാട്ടർ ആൻഡ് മിനറൽ അബ്സോർബ്ഡ് ബൈ ദ റൂട്ട്സ് നീഡ് ടു ബി ട്രാൻസ്പോർട്ടഡ് ടു ലീവ്സ് ആൻഡ് ദ ഫുഡ് പ്രിപ്പയർഡ് ഇൻ ലീവ്സ് നീഡ് ടു ബി ട്രാൻസ്പോർട്ടഡ് ടു ഡിഫറെൻറ്റ് പാർട്സ്. ശരിയല്ലേ? നമ്മളുടെ റൂട്ടിൽ നിന്നും വാട്ടറും മിനറൽസും ഒക്കെ ലീവ്സിൽ എത്തിക്കണം. കാര്യം ലീവ്സിലാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത് നമുക്കറിയാം. ഫോട്ടോസിന്തസിസിന് വാട്ടർ വേണം, മിനറൽസ് വേണം, പിന്നെ പലതരത്തിലുള്ള ഗ്യാസസ് വേണം, ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും. സോ ഇതെല്ലാം ലീവ്സിൽ എത്തിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പരിപാടി. രണ്ടാമത്തേതെന്ന് പറയുന്നത് ലീവ്സിലാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്, ഫുഡ് പ്രിപ്പറേഷൻ നടക്കുന്നത്. ആ ഫുഡ് പ്ലാന്റിൻ്റെ പല പാർട്ടിൽ ഇൻക്ലൂഡിങ് റൂട്ട് വരെ നമുക്ക് എത്തിക്കുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഈ ഐറ്റംസിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ അവിടെ സ്പെഷ്യലായിട്ടുള്ളൊരു പൈപ്പ് വേണം, സ്പെഷ്യലായിട്ടുള്ളൊരു കണക്ഷൻ വേണം. അതാണ് ഈ സൈലോം ഫ്ലോയോ എന്ന് പറയുന്നത്. വാട്ടർ, മിനറൽസ് അബ്സോർബ്ഡ് ബൈ ദ റൂട്ട്സ് നീഡ് ടു ബി ട്രാൻസ്പോർട്ടഡ് ടു ലീവ്സ് ആൻഡ് ദ ഫുഡ് പ്രിപ്പയർഡ് ഇൻ ലീവ്സ് നീഡ് ടു ബി ട്രാൻസ്പോർട്ടഡ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്സ്. The specialized tissue
formed from the peculiar cells to do this are called as vascular tissue. So they are called complex tissue because they are formed from different kinds of cells. The two types of complex tissues found in the plants are xylem and phloem. So പല സമയത്ത് നമുക്കിത് കൺഫ്യൂഷൻ വരും, സൈലം ആണോ വാട്ടർ മിനറൽസും ക്യാരി ചെയ്യുന്നത്, ഫ്ലോയം ആണോ എന്ന്. സോ ഫ്ലോയം ഫുഡ്. സോ അങ്ങനെ നിങ്ങൾക്ക് ഓർത്തിരുന്നൂടെ, ഫ്ലോയത്തിൻ്റെ ആദ്യത്തെ അക്ഷരം ഫ എന്നല്ലേ നമ്മൾ ഉച്ചരിക്കുന്നത്. സോ ഫുഡ്. സോ ഫ്ലോയം ഫുഡാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, അപ്പോൾ സൈലം മറ്റുള്ള സാധനങ്ങളാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. സോ ഫ്ലോയം കമ്പോസ്ഡ് ഓഫ് ട്യൂബുലാർ ഇന്റർകണക്റ്റഡ് സെൽസ് transports food synthesized in the leaves to various parts of the plant body. So at the same time, xylem, when you take, these are the tubes formed from elongated cells, transport water and minerals absorbed by the roots to the leaves, has thick cell wall and therefore provides support and strength to the plant. It has very thick cell wall and support and strength to the plant is provided by xylem. Okay, so phloem interconnected tubular part ആണ്. ഫൈൻ. സോ ലീവ്സിൽ നിന്നും ഫുഡിനെ പല പാർട്ടിലോട്ട് കൊണ്ടുപോകുന്നത് ഫ്ലോയത്തിൻ്റെ പരിപാടിയാണ്. സൈലം എടുത്തു കഴിഞ്ഞാൽ സൈലം എന്ന് പറയുന്നത് റൂട്ട്സിൽ നിന്നും ലീവ്സ് വരെ മിനറൽസും വാട്ടറും എല്ലാം കൊണ്ടു ചെല്ലുന്നത് സൈലമാണ്. അതുകൂടാതെ സൈലത്തിന് വളരെ തിക്കായിട്ടുള്ള സെൽവാൾ ഉണ്ടായതുകൊണ്ട് തന്നെ സപ്പോർട്ട് കൊടുക്കാൻ പറ്റും പ്ലാന്റിന് സ്ട്രെങ്ത് കൊടുക്കും. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ട്രീ ഒക്കെ എന്ന് പറയുന്നത് എന്തോരം ഹൈറ്റിലാണ് പോകുന്നത്. നമ്മുടെ വീട്ടിലെ റോസാ ചെടി എടുത്താൽ തന്നെ നല്ല ഹൈറ്റിലല്ലേ പോകുന്നത്. ഇങ്ങനെ നിൽക്കണമെങ്കിൽ അതിൻ്റെ ഈ സ്റ്റെമ്മിന് സ്ട്രോങ് ആയിട്ട് നിൽക്കണ്ടേ, അതിനൊരു സപ്പോർട്ട് വേണ്ടേ, ശരിയല്ലേ? നമ്മളിങ്ങനെ നേരെ നിൽക്കുന്നത്, നമുക്ക് ബാക്ക് ബോൺ ഉണ്ട്, നമുക്ക് മറ്റുള്ള ബോൺസ് ഉണ്ട് ശരീരത്ത്. സോ അതുപോലാണ് പ്ലാന്റിനും സ്ട്രെങ്ത് വേണം നേരെ നിൽക്കാൻ, സപ്പോർട്ട് വേണം നേരെ നിൽക്കാൻ. സോ അത് സൈലം സെൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Okay, so vascular tissue, remember it, only two vascular tissue, that is xylem and phloem in the plants, and its unique features also we have discussed. Now you have understood the different types of plant tissues and their characteristics. Complete the following worksheet based on the hints given below. Okay, ഈ വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ അവർ പറഞ്ഞിരിക്കുന്നത് ABCDE കൊടുത്തിട്ടുണ്ട്, ABCDE കൊടുത്തിട്ടുണ്ട്, വാസ്കുലാർ ടിഷ്യൂ ആൻഡ് അതർ പ്ലാന്റ് ടിഷ്യൂ. നമുക്ക് പരിപാടി നോക്കാം. A, transport food prepared in the leaves to various parts of the plants. Okay, so നമ്മൾ പറഞ്ഞിരിക്കുന്നത് വാസ്കുലാർ ടിഷ്യൂ. ഓക്കെ, അതിൻ്റെ രണ്ട് പാർട്ടുണ്ട്, ഒരെണ്ണം സൈലം ആയിരിക്കും, ഒരെണ്ണം ഫ്ലോയോ ആയിരിക്കും. അതർ പ്ലാന്റ് ടിഷ്യൂ നമുക്കറിയാം, നമ്മൾ കോളൻ കൈമ, സ്ക്ലീറൻ കൈമ, പാരൻ കൈമ പഠിച്ചു. സോ അത് മൂന്നും ആയിരിക്കും ഇവിടെ. സോ ഇവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏത് കൊടുത്തിട്ടുണ്ടല്ലോ, ട്രാൻസ്പോർട്ട് ഫുഡ് പ്രിപ്പയർഡ് ഇൻ ദ ലീവ്സ് ടു വേരിയസ് പാർട്ട്. ഫുഡ്, എഫ്, ഫുഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആരാ? ഫ്ലോയം. സോ അത് നിങ്ങളിവിടെ എഴുതണം, സ്പെല്ലിങ് തെറ്റിപ്പോരുതേ, എഫ് ഒന്ന് എഴുതി വെച്ച് കളയരുതേ. ഓക്കെ, അതുകൊണ്ട് തന്നെ ബി നമുക്കറിയാം അത് സൈലം ആയിരിക്കുമെന്ന്, ശരിയല്ലേ? ട്രാൻസ്പോർട്ട് വാട്ടർ ആൻഡ് മിനറൽസ് അബ്സോർബ്ഡ് ബൈ ദ റൂട്ട്സ് ടു ദ ലീവ്സ്, ആരാ അത്? സൈലം. അതർ പ്ലാന്റ് ടിഷ്യൂസ് സീൻ ഇൻ ടെൻഡർ പാർട്സ് ഓഫ് ദ പ്ലാന്റ്സ്. ടെൻഡർ പാർട്സ് എന്ന് വെച്ചാൽ സോഫ്റ്റ് പാർട്ടിൽ കാണപ്പെടുന്നത്. സോഫ്റ്റ് പാർട്ടിൽ കാണപ്പെടുന്ന ഏതായിരുന്നു? ഇത് കണ്ടോ നിങ്ങൾ? സോഫ്റ്റ് പാർട്ടിലാണ് പാരൻ കൈമ ഉള്ളത്. സോഫ്റ്റ് പാർട്ടിലാണ് പാരൻ കൈമ. സി എന്ന് പറയുന്നത് സോഫ്റ്റ് പാർട്ടാണ്. സോ ഇവിടെ നിങ്ങൾ പാരൻ കൈമ എന്ന് എഴുതണം. പാരൻ കൈമ. ഡിയോ, only the corners of the cell wall are thick. Only the corners of the cell wall are thick. കണ്ടോ, corners of the cell wall are thick, that is colon കൈമ. കോർണർ ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഓർക്കാം, കോർണർ തിക്കായത് കോളൻ കൈമ. മനസ്സിലാവുന്നു? കോർണർ തിക്കായത് കോളൻ കൈമ, കോ. സോ ഡി, കോളൻ കൈമ. ഇയോ, ഇ എന്ന് പറയുന്നത് സെൽസ് ദാറ്റ് ആർ യൂണിഫോംലി തിക്ക് ഓൾ ഓവർ ദ സെൽ വാൾ ആർ സീൻ. സോ യൂണിഫോംലി തിക്കായിട്ടുള്ളത് സ്ക്ലീറൻ കൈമ, ശരിയല്ലേ? യൂണിഫോംലി തിക്ക് കാണുന്നുണ്ടോ നിങ്ങൾ? സ്ക്ലീറൻ കൈമ. പാരൻ കൈമയായി, കോളൻ കൈമയായി, സ്ക്ലീറൻ കൈമ. Done. Cells combines to form tissue. What if tissue combine?
ഓക്കെ, സെൽസ് കമ്പൈൻ ചെയ്ത് ടിഷ്യൂ ഉണ്ടാകും. നമുക്കറിയാം ഒന്നിലധികം സെൽസ് ചേർന്നാണ് ടിഷ്യൂ ഉണ്ടാകുന്നത്. ടിഷ്യൂ എന്തുണ്ടാവും? ടിഷ്യൂ ചേർന്നുണ്ടാവുന്നതാണ് ഓർഗൻസ് എന്ന് പറയുന്നത്. അതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. നോക്കാം. റൈറ്റ് യുവർ റെസ്പോൺസ് ടു ദിസ് ഓർഗൻ. ഡസ് ടിഷ്യൂ വർക്ക് ടുഗദർ ജസ്റ്റ് ആസ് ദ സെൽസ് ഡു? യെസ്. Based on the indicators, analyze the illustration given below. Write your inferences in science diary. Okay, next. Based on the indicators, analyze the illustration given below. Write your inferences in the diary. Okay, so ഇവിടെ ഒരു illustration കൊടുത്തിട്ടുണ്ട്. Illustration കാണുന്നത് digestive system ആണ്. Okay, so digestive system എന്ന് പറയുന്നത് നമ്മളുടെ ദഹന സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നും ആഹാരത്തിൽ നിന്നും ആവശ്യമുള്ളതെല്ലാം ബോഡി അബ്സോർബ് ചെയ്തിട്ട് വേസ്റ്റ് നമ്മൾ കക്കൂസിൽ പോയി കളയില്ലേ, സോ ആ ഒരു സിസ്റ്റമാണ് ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഓർഗൻസ് എഴുതിയിട്ടുണ്ട്. ഒന്ന് സ്റ്റൊമക്ക്, ഒന്ന് ഇൻഡസ്റ്റൈൻ. സ്റ്റൊമക്കും ഉണ്ട്, ഇൻഡസ്റ്റൈനും. സോ ഈ പറഞ്ഞിരിക്കുന്ന ഡിഫറെൻറ്റ് ടിഷ്യൂ, നെർവസ് ടിഷ്യൂ, എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ, ഇവരുടെ എല്ലാം കൂടെ ഒരു യുണൈറ്റഡ് ഓപ്പറേഷനാണ് ഈ സ്റ്റൊമക്കിലും ഇൻഡസ്റ്റൈനിലും ഉള്ളത്. നോക്കാം നമുക്ക്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബേസ്ഡ് ഓൺ ദ ഇൻഡിക്കേറ്റേഴ്സ്. സോ ഇവിടെ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് തന്നിട്ടുണ്ട്. അനലൈസ് ദ ഇല്ലുസ്ട്രേഷൻ ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ഡയഗ്രാം നമ്മൾ നോക്കണം. എന്നിട്ട് നമ്മുടെ ഇൻഫറൻസ് എന്താണെന്ന് എഴുതണം. ഒന്ന്, വാട്ട് ആർ ദ ഫങ്ഷൻസ് പെർഫോംഡ് ബൈ ഈച്ച് ടിഷ്യൂ ഇൻ ദ ഇല്ലുസ്ട്രേഷൻ. ഓരോ ടിഷ്യൂവും പെർഫോം ചെയ്യുന്ന ഫങ്ഷൻ ഏതൊക്കെയാണ്? ടിഷ്യൂ, നെർവസ്, എപ്പിത്തീലിയൽ, കണക്റ്റീവ്, മസ്കുലർ. ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നമ്മൾ കണ്ടായിരുന്നു ഈ സെൽസൊക്കെ. ഓർമ്മയുണ്ടോ? ഈ ടിഷ്യൂസൊക്കെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ആണ്ടേ ഇത് കണ്ടോ നിങ്ങൾ? എപ്പിത്തീലിയൽ ടിഷ്യൂവിൻ്റെ ഫങ്ഷൻസ് കണ്ടോ? നെർവസ് ടിഷ്യൂവിൻ്റെ ഫങ്ഷൻസ് കണ്ടോ? പിന്നെ ഏതാ? മസ്കുലാർ ടിഷ്യൂവിൻ്റെ ഫങ്ഷൻസ് കണ്ടോ? പിന്നെ ഏതാ? കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ ഫങ്ഷൻസ് കണ്ടോ? സോ ഇതാണ് പല ടിഷ്യൂസിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എപ്പിത്തീലിയൽ ടിഷ്യൂവിൻ്റെ ഫങ്ഷൻ നമ്മൾ എന്ത് എഴുതേണ്ട? അവിടെ എപ്പിത്തീലിയൽ ടിഷ്യൂവിൻ്റെ ഫങ്ഷൻസ് നമുക്ക് എഴുതാൻ പറ്റും. കവർ ആൻഡ് പ്രൊട്ടക്ട് ദ ബോഡി, ലൈൻസ് ദ ഇന്നർ വാൾ ഓഫ് ദ ഡൈജസ്റ്റീവ് ട്രാക്ട്. ഓക്കെ, സോ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ കവർ ദി ഇന്നർ വാൾ ഓഫ് ദ ഡൈജസ്റ്റീവ് ട്രാക്ട്, കവർ ആൻഡ് പ്രൊട്ടക്ട് അവർ ബോഡി, ആൻഡ് പെർഫോംസ് അതർ ഫങ്ഷൻസ് സച്ച് ആസ് പ്രൊട്ടക്ഷൻ, അബ്സോർഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് സെക്രീഷൻസ് ഫോർ ഡൈജഷൻ. ഡൈജഷന് പല ടൈപ്പുള്ള സെക്രീഷൻ വേണം, എൻസൈംസ് ഒക്കെ. അപ്പോൾ അവനും പ്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. പിന്നെന്ത് കൊടുത്തിരിക്കുന്നത്? നെർവസ് ടിഷ്യൂ, കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ദി ഫങ്ഷൻസ്. സോ ഡിഫറെൻറ്റ് ഫിസിയോളജിക്കൽ ഫങ്ഷനെ കൺട്രോൾ ചെയ്യുന്നു, കോർഡിനേറ്റ് ചെയ്യുന്നു. അത് നമുക്ക് എഴുതാം അവിടെ. പിന്നെന്തോ എഴുതിക്കുന്നത്? മസ്കുലാർ ടിഷ്യൂ എനേബിൾസ് ദ മൂവ്മെൻറ്റ് ഓഫ് ദി ബോഡി. ഓക്കെ, മൂവ്മെൻറ്റ്സ് ഓഫ് ദ ബോഡി ദാറ്റ് ഇൻക്ലൂഡ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ പല മൂവ്മെൻ്റ് ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നൊരു മൂവ്മെൻ്റ് ഉണ്ട്. ഫുഡ് എന്ന് പറയുന്നത് മേളിൽ നിന്നും താഴെ വരെ എത്താൻ വേണ്ടി ഒരു മൂവ്മെൻ്റ് ഉണ്ട്. മനസ്സിലാവുന്നോ? സോ ഈ മസ്കുലാർ പാർട്ടാണ് ഈ ഫുഡ് ഇവിടെ നിന്നും കറക്റ്റായിട്ട് ഇവിടം വരെ എത്താനുള്ള കോൺട്രാക്ഷനും റിലാക്സേഷനും എല്ലാം ചെയ്യുന്നത് മസ്കുലാർ പാർട്ടാണ്. പിന്നെ ഏതാണ് നമുക്കുള്ളത്? കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത് കണക്ട്സ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി. കണക്ട്സ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി. പിന്നെ ബ്ലഡ് ക്യാരീസ് ദ കണ്ടക്ഷൻ ഓഫ് ദ മെറ്റീരിയൽസ്. സോ ഡൈജഷന് ശേഷം ഒരുപാട് ന്യൂട്രിയൻസ് നമ്മുടെ ബോഡിയിലോട്ട് അബ്സോർബ് ചെയ്യപ്പെടും. ആ അബ്സോർബ് ചെയ്യുന്ന കണ്ടൻറ്റ് ബോഡിയുടെ പല പാർട്ടിൽ എത്തിക്കുക എന്നുള്ളതെന്ന് പറയുന്നത് ഈ കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ ഫങ്ഷനാണ് ഇവിടെ. ഓക്കെ, അലോങ് വിത്ത് ദാറ്റ് ഈ ഓർഗൻസിന് വേണ്ട ഗേഷ്യസ് എക്സ്ചേഞ്ച്. ഫോർ എക്സാമ്പിൾ ഈ ഓർഗൻസിന് എനർജി വേണ്ടേ? എനർജിക്ക് വേണ്ടി അവന്മാർ ഗ്ലൂക്കോസിനെ ഡിവൈഡ് ചെയ്ത് എനർജി റിലീസ് ചെയ്യും. അതേ സമയത്ത് ഓക്സിജന് ഇവന്മാർക്ക് ആവശ്യമുണ്ട്, ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യും. അതിനെയും കൊണ്ടുപോയി പുറത്ത് കളയുന്ന ജോലി കണക്റ്റീവ് ടിഷ്യൂവിനാണുള്ളത്. Okay, so what are the functions performed? So one you can write nervous tissue, I have already told you. Epithelial tissue, the same you can write. Muscular tissue helps in the contraction and the movement of the food throughout the system. Connective tissue, you can write it like connective tissue helps in the absorption of various nutrients. So various nutrients in the absorption vendi help cheyunu. Okay, then
helps in gaseous exchange. Helps in gaseous exchange. Now, what are the important tissues that the stomach and the intestine are made up of? What are the important tissues that the stomach and intestine made up of? Stomach and intestine namakariam. These all tissues are there, such as nervous tissue, epithelial tissue, connective tissue, muscular tissue. All are there even in the stomach and intestine. What is the function of the stomach? Stomach in the function andana. So simply stomach performs the digestion of food. Okay. What is the function of the intestine? Intestine the function andana. Digestion get completed and absorption of nutrients. So digestion get completed and absorption of nutrients carried out at intestine. So intestinal vachana digestion complete avunathu. Okay, intestine thanne small intestine undu, large intestine undu, and small intestine vecha digestion complete avum, absorption thodangum. Large intestine lot varumbo absorption complete avum, water minerals endellam veno adellam absorption complete avum large intestine lot varumbo. What is the function performed by an organ? Is the function performed by an organ the same as the function of its constituent tissue? So adinathulla tissue aayittu bandhapettalla ende organ function. Yes, for example ningal cardiac tissue form ചെയ്താണ് നമ്മുടെ ഹാർട്ട് ഉണ്ടാവുന്നത്. സോ ആ ടിഷ്യൂവിനനുസരിച്ചുള്ള വർക്കിംഗ് അല്ലേ അവന്മാർ നടക്കുന്നത്, ശരിയല്ലേ? So what is the advantage of organ with the same function working together as a system? What is the advantage of organs with the same function working together as a system? So advantage of organs with the same function. Okay, so pala organs together ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റിക്ക് വേണ്ടി പെർഫോം ചെയ്താൽ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, പിന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് ആ ഓപ്പറേഷൻ തീർക്കാൻ പറ്റും. സോ ഈസി ആയിരിക്കും, ഫാസ്റ്റ് ആയിരിക്കും. ടിഷ്യൂസ് കമ്പൈൻ ടു ഓർഗൻസ്. What would happen when organ combines? It forms an organ system, and an independent individual is the result of that. Physiological functions are smoothly carried out by the combined action of many organs. Okay, so idana idinte uttaram ennu parayunnu. Physiological function valare smooth aayittu, easy aayittu, fast aayittu carried out cheyan pattum പല ഓർഗൻസ് കമ്പൈൻ ചെയ്താൽ. ഡൈജഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ദ കമ്പൈൻഡ് ആക്ഷൻ ഓഫ് ഓർഗൻസ് ഓഫ് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം സച്ച് ആസ് സ്റ്റൊമക്, ലിവർ, ഇൻഡസ്റ്റൈൻ. സോ സ്റ്റൊമക്കും ലിവറും ഇൻഡസ്റ്റൈനും ഇതിനകത്തുള്ള ഈ ഓർഗൻസിൻ്റെയൊക്കെ കമ്പൈൻഡ് ആക്ഷനാണ് ഡൈജഷൻ എന്ന് പറയുന്നത്. വെദർ ദ ഫംഗ്ഷൻ ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം എലോൺ ഈസ് സഫിഷ്യൻറ്റ് ടു ട്രാൻസ്പോർട്ട് ദ ന്യൂട്രിയൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഡൈജഷൻ ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി? നോ. ഓക്കെ, സോ ഡൈജഷന് ശേഷം രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, we need to excrete the unwanted things. We need to excrete the unwanted waste from body. Okay, അതിന് നമുക്ക് എക്സ്ക്രീറ്ററി സിസ്റ്റം വേണം. രണ്ട്, ഈ ന്യൂട്രിയൻസിനെ നമുക്ക് ബോഡിയിലോട്ട് അബ്സോർബ് ചെയ്യണം. സോ ന്യൂട്രിയൻസ് need to be nutrients needed to be absorbed
by blood and transport into different parts of our body. Okay. Complete the following table by finding out the system to which the organs listed in the table below. Okay, so heart blood vessel. Heart blood vessel ഉള്ളതാണ് cardiac system എന്ന് പറയുന്നത്. Cardiac. Nose, trachea, lungs അതെന്ന് പറയുന്നത് നമ്മുടെ vascular system ആണ്. Kidney, ureter, urinary bladder അത് excretory system ആണ്. ബ്രെയിന്, നെർവ് അത് നമ്മളുടെ നെർവസ് സിസ്റ്റമാണ്. വരുന്ന ക്ലാസ്സുകളിൽ ഇതെല്ലാം നിങ്ങൾ പഠിക്കും. സോ നോ ഓർഗൻ സിസ്റ്റം ക്യാൻ ഫങ്ഷൻ ഇൻഡിപെൻഡൻ്റലി. ശരിയാണ്. എ ഗിവൻ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി ക്യാൻ ബി കംപ്ലീറ്റഡ് ഓൺലി ബൈ ദ കമ്പൈൻഡ് ആക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ഓർഗൻസ്. മനസ്സിലാവുന്നു? സോ ഇവിടെ അവർ ചോദിച്ചില്ല വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ഓർഗൻസ് വിത്ത് ദ സെയിം ഫംഗ്ഷൻ വർക്കിംഗ് ടുഗദർ ആസ് എ സിസ്റ്റം. സോ ഇത് അതിൻ്റെ പാർട്ടായിട്ട് നിങ്ങൾക്ക് എഴുതാം. So you have understood that cells combine to form tissue, tissue combines to form organ, organs combine to form organ system. Discuss what happens when organ system combine together. When organ system combine together we get an individual. ശരിയല്ല, ഞാനൊരു ഇൻഡിവിജ്വൽ ആണ്, നിങ്ങളൊരു ഇൻഡിവിജ്വൽ ആണ്, ക്യാറ്റ് ഒരു ഇൻഡിവിജ്വൽ ആണ്, ടൈഗർ ഒരു ഇൻഡിവിജ്വൽ ആണ്. സോ വളരെ ഫ്രീ ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു ഇൻഡിവിജ്വലാണ് ഓർഗൻ സിസ്റ്റത്തിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ആർന്റ് യു നൗ കൺവിൻസ്ഡ് ദാറ്റ് an organism is a combination of different organ system? Yes. An organism can survive only when these organ system work in a coordinated way. So ഈ organ system ഒരു coordinated way ആയിരിക്കണം വർക്ക് ചെയ്യേണ്ടത്. An organ system become complex, the structure of the body also become complex. The structure of higher order animals including human beings is complex as it is formed by the combination of various organ system. Do all organisms have an organ system? എല്ലാ ഓർഗാനിസത്തിനും ഓർഗൻ സിസ്റ്റം ഉണ്ടോ? ഉണ്ടല്ലോ, ഉണ്ട്. However, unicellular organism also exist on earth. Yes, unicellular organism ഉണ്ട്, അതിന് ഓർഗൻസും ഇല്ല, ഓർഗൻ സിസ്റ്റത്തും ഇല്ല, ടിഷ്യൂ ഇല്ല, ഒന്നുമില്ല. Do all organism have an organ system? അപ്പോൾ നമ്മളത് നോ എന്ന് പറയണം. കാര്യം എന്താ? യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ഉണ്ട്, യൂണിസെല്ലുലാർ ഓർഗാനിസത്തിന് ഒരു ഓർഗൻ സിസ്റ്റം ഇല്ലെന്ന് അതിൻ്റെ അർത്ഥം. Cell is the basic unit of life. Yes, parts of the cells are formed of various substances. You might have learned that all substances are basically formed of atoms. Observe the illustration which shows the level of organization from atom to community. Prepare a note and record it in your science diary. So atom, ആറ്റത്തിൽ നിന്ന് മോളിക്യൂള്, സെൽ ഓർഗനൽ, സെല്ല്, ടിഷ്യൂ, ഓർഗന്, ഓർഗൻ സിസ്റ്റം, ഓർഗാനിസം, പോപ്പുലേഷൻ, കമ്മ്യൂണിറ്റി. മനസ്സിലാവുന്നോ? സോ ഇതെന്ന് പറയുന്നത് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ആണ്. ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. സോ ഒരു ആറ്റത്തിൽ നിന്ന് തുടങ്ങി കമ്മ്യൂണിറ്റി വരെയുള്ള അസോസിയേഷൻ, അതായത് ഒന്നിലധികം ആറ്റംസ് ചേർന്നാണ് ഒരു മോളിക്യൂൾ. ഒന്നിലധികം മോളിക്യൂൾ ചേരുമ്പോൾ ഒരു സെൽ ഓർഗനൽ ഉണ്ടാവും, ലൈക്ക് മൈറ്റോകോൺട്രിയ, ന്യൂക്ലിയസ്, ഗോൾഗി ബോഡീസ്. ഒന്നിലധികം സെൽ ഓർഗനൽസ് ചേർന്ന സെല്ലുണ്ടാവും, ഒന്നിലധികം സെല്ല് ചേർന്ന് ടിഷ്യൂ ഉണ്ടാവും, പല ടൈപ്പ് ടിഷ്യൂസ് ചേർന്ന് ഓർഗൻ ഉണ്ടാവും, പല ടൈപ്പ് ഓർഗൻസ് ചേർന്ന് ഓർഗൻ സിസ്റ്റം ഉണ്ടാവും, പല ടൈപ്പ് ഓർഗൻ സിസ്റ്റം ചേർന്ന് ഓർഗാനിസംസ് ഉണ്ടാവും. ഒന്നിലധികം ഓർഗാനിസം, ഫോർ എക്സാമ്പിൾ നമ്മൾ ഒന്നിലധികം മനുഷ്യർ കൂടിച്ചേരുമ്പോൾ എന്തുവാ? പോപ്പുലേഷനാണ്. മനുഷ്യരോട് കൂടെ തന്നെ പല ടൈപ്പുള്ള മൃഗങ്ങളും നമ്മളുടെ പ്ലാന്റ്സും ആൻസും ഫ്ലൈസും ബട്ടർഫ്ലൈയും എല്ലാം ചേർന്നതാണ് ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. സോ കമ്മ്യൂണിറ്റി ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പോപ്പുലേഷൻ. So a complex living body is formed by the continuous division and differentiation of cells. In organisms that belong to higher levels of organization, different types of tissue act complementarily to perform several complex physiological activities. So നമ്മൾ ഹയർ ഓർഗാനിസംസ് എടുത്താൽ എന്തുവാ? വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസിനെ പോലും പല ടിഷ്യൂസ് ടുഗദർ കോംപ്ലിമെൻ്ററി ആയിട്ട് വർക്ക് ചെയ്ത് അവന്മാരെ ആ ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് എല്ലാം പെർഫോം ചെയ്യും. Efficiency of the organism increases with the variety of its tissues. Hope you have understood the importance of functioning together
Isn't it relevant to our social life too? Yes. So ഒരു സൊസൈറ്റിയിൽ നമ്മൾ പല ആൾക്കാർ പല ഫങ്ഷൻസ് പെർഫോം ചെയ്ത് നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ളത് പോലും സോൾവ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ വലിയ ഒരു ഫ്ലാറ്റ് ബിൽഡിംഗ് നിങ്ങൾ എടുക്കുന്നു വെച്ചോ, ഈ ഫ്ലാറ്റിൻ്റെ കൺസ്ട്രക്ഷന് ഏതെല്ലാം ടൈപ്പ് ആൾക്കാരാണ് ഇൻവോൾവ് ആകുന്നത്? ഒന്ന്, പല ടൈപ്പുള്ള എൻജിനീയേഴ്സ് ഉണ്ട്, ഡിസൈനേഴ്സ് ഉണ്ട്, പല ടൈപ്പുള്ള ഇൻഡസ്ട്രീസ്. ഫോർ എക്സാമ്പിൾ ഇതിന് സിമൻറ്റ് വേണം, മെറ്റൽ വേണം, കല്ല് വേണം, പിന്നെ ഈ ഫ്ലാറ്റിൽ ലിഫ്റ്റ് വേണം, അതിന് ഇലക്ട്രോണിക് ടെക്നോളജി വേണം, ശരിയല്ലേ? സോ പല ആൾക്കാർ ഒരുമിച്ച് ചേർന്നാൽ അവരുടെ ടാലൻസ് നമ്മൾ പൂൾ ചെയ്താൽ എത്ര കോംപ്ലക്സ് പ്രോബ്ലം ആണെങ്കിലും നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആസ് എ സ്റ്റേറ്റ്, ആസ് എ നേഷൻ, ആസ് എ ഡിസ്ട്രിക്ട്, ഓക്കെ, ആസ് എ വില്ലേജ് നിങ്ങൾക്ക് എടുത്താൽ പോലും നിങ്ങളുടെ കോൺട്രിബ്യൂഷനും വളരെ വലുതാണ് എന്നാണ് ഈ ചാപ്റ്റർ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെന്തോ ഇതിനകത്തുള്ളത്? ഒന്ന്, സിഗ്നിഫിക്കൻറ്റ് ലേണിംഗ് ഔട്ട്കം. സോ എന്തൊക്കെയാണ് നിങ്ങൾ ഇതിനകത്ത് പഠിച്ചതെന്ന് അതിനകത്തുണ്ട്. അസസ് ചെയ്യാനുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് നോക്കാം. സോ എന്തൊക്കെയാണ് സിഗ്നിഫിക്കൻറ്റ് ലേണിംഗ് ഔട്ട്കം? നമുക്കിപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ദ ഫോർമേഷൻ ഓഫ് ടിഷ്യൂസ് ഫ്രം ദ സെൽസിൽ നിന്നും ടിഷ്യൂ ഫോം ചെയ്യുന്നത്. We are able to identify and explain the characteristics and function of animal tissue. ശരിയല്ലേ? ആനിമൽസിലെ പല ടിഷ്യൂസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അവരുടെ യൂണീക്ക് ഫീച്ചേഴ്സ്. സോ ഫീച്ചർ എന്ന് പറയുന്നതാണ് ഈ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. യൂഷ്വലി എക്സാമിൽ ചോദിച്ചാൽ അവർ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫങ്ഷൻസ് എന്ന് ചോദിക്കും. ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം എക്സാമിൽ. സോ വാട്ട് ആർ ദി, പ്ലീസ് എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് അനിമൽ ടിഷ്യൂ എന്ന് പറഞ്ഞ് ഇവിടെ ചോദിക്കാം. എന്നിട്ട് നിങ്ങൾ ഓരോന്നും എഴുതണം. എപ്പിത്തീലിയൽ, നെർവസ് ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ എന്നും പറഞ്ഞ് നിങ്ങളിവിടെ എഴുതിയിട്ട് ഓരോന്നും ഹെഡിങ് എഴുതിയിട്ട് അതിൻ്റെ പോയിൻറ്റ്സ് എഴുതണം. ലിസ്റ്റ് ദി ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് മെരിസ്റ്റമാറ്റിക് സെൽസ്. സോ മെരിസ്റ്റമാറ്റിക് സെൽസിൻ്റെ ഫീച്ചർ പഠിച്ചില്ലേ നിങ്ങൾ? ഐഡൻറ്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫോർമേഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ഫ്രം ദ സൈഗോട്ട്. സൈഗോട്ടിൽ നിന്നും അതിൻ്റെ സെല്ലിൻ്റെ ഡിഫറൻഷിയേഷൻ നടക്കുന്നത് നമ്മൾ പഠിച്ചു. ഐഡൻറ്റിഫൈ ദ സ്ട്രക്ചർ ഓഫ് വേരിയസ് പ്ലാന്റ് ടിഷ്യൂസ് ആൻഡ് ലിസ്റ്റ് ദെയർ ഫങ്ഷൻസ്. പല പ്ലാന്റ് ടിഷ്യൂസിൻ്റെ സ്ട്രക്ചറും അവൻ്റെ ഫങ്ഷനും നമ്മൾ പഠിച്ചു. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ യുണീക്ക് ഫീച്ചർ നമ്മൾ പഠിച്ചില്ലേ, പല ടൈപ്പുള്ള ടിഷ്യൂസിനെ കുറിച്ച്. ആ ടിഷ്യൂസിൻ്റെ പിക്ചറും കൂടെ ഓർത്തിരുന്നോണം. ഓക്കെ, പിക്ചർ ഫോർ എക്സാമ്പിൾ. പിന്നെ എൻ്റെ പാരൻ കൈമ, കോളൻ കൈമ, വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ലെങ്കിൽ പോലും ഇതിൻ്റെ ഈ പിക്ചറിൽ, ഈ ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്ന ഏകദേശം സ്ട്രക്ചർ ഒന്ന് ഓർത്ത് വെച്ചോണം. വട്ടം, വലിയ റൗണ്ട്, വലിയ റൗണ്ട്, വലിയ റൗണ്ട്. ഇവിടെ കോർണറിൽ അവർ ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാര്യം കോർണർ തിക്കൻ്റെ സെൽവാളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഫുള്ള് തിക്കൻഡാന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ സെൽവാളെല്ലാം നിങ്ങളങ്ങ് ഷെയ്ഡ് ചെയ്യണം. മനസ്സിലാവുന്നു? ഒരുപോലെ വരച്ചിട്ട് സെൽവാൾ നിങ്ങളങ്ങ് ഷെയ്ഡ് ചെയ്യണം. ഇവിടെ കോർണറിൽ മാത്രം ഷെയ്ഡ് ചെയ്യണം. അതാണ് പാരനും കോളനും ക്ലിയറിനും തമ്മിലുള്ള വ്യത്യാസം. എപ്പോഴും ഏതെങ്കിലും ടിഷ്യൂ ചോദിച്ചാൽ അവരുടെ പടവും കൂടെ വരയ്ക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തില്ല ഫുള്ള്. എനിക്കൊക്കെ 100% മാർക്ക് ഉണ്ടായിരുന്നു ഈ ലെവലിലൊക്കെ പഠിക്കുമ്പോൾ. 10th സ്കൂളിൽ ടോപ്പറായിരുന്നു ഞാൻ, ഫുൾ A+ ആയിരുന്നു അന്നത്തെ കാലത്ത്. ഓക്കെ, സോ ഐഡൻറ്റിഫൈ ആൻഡ് ഇല്ലുസ്ട്രേറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ഇൻ ഓർഗാനിസംസ്. സോ ഐഡൻറ്റിഫൈ ചെയ്യണം, ഇല്ലുസ്ട്രേറ്റ് ചെയ്യണം ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ഇൻ ഓർഗാനിസം. സോ പല ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ നമ്മൾ കണ്ടില്ലേ? ഇത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനും ഇല്ലുസ്ട്രേറ്റ് ചെയ്യാനും അറിയണം. ലെറ്റസ് അസസ്. നൗ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ലെറ്റസ് അസസ്. Given below in the illustration are various tissues related to the structure of the hand. ഹാൻഡ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏതോ ഒരു സെല്ല്, ഏതോ ഒരു ടിഷ്യൂ A ആണ്, ഏതോ ഒരു ടൈപ്പ് ടിഷ്യൂ B ആണ്, ഏതോ ഒരു ടൈപ്പ് ടിഷ്യൂ C ആണ്, ഏതോ ഒരു ടൈപ്പ് ടിഷ്യൂ D ആണ്. സോ ഇതിൻ്റെ പിക്ചറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. D എന്ന് പറയുന്നത് കണക്റ്റീവ് ആണെന്നും, C എന്ന് പറയുന്നത് എപ്പിത്തീലിയൽ ആണെന്നും, B എന്ന് പറയുന്നത് നെർവസ് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഇതെന്ന് പറയുന്നത് മസിലായിരിക്കും അല്ലേ? ശരിയല്ലേ? ചാപ്റ്ററിൻ്റെ തുടക്കത്തിലോട്ടൊന്ന് പോയി നോക്കാം നമുക്ക്. അതേ പിക്ചർ തന്നെയല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് നോക്ക്. കണ്ടേ? കണക്റ്റീവ് ടിഷ്യൂ പിക്ചർ വേറെയാണോ കൊടുത്തിരിക്കുന്നത് അവിടെ? ആണ്ടേ, ഇതല്ലേ കൊടുത്തിരിക്കുന്നത്. ബ്ലഡ് സെൽസാണിത്, നെർവസ് സെൽസാണിത്, ഇത് ബോൺ സെൽസാണ്. ഇത് മസിലല്ല, ബോൺ സെൽസാണ്. ഓക്കെ, സോ ബോൺ സെൽസാണ്. മനസ്സിലായോ?
പിന്നെ എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? എപ്പോഴും ചാപ്റ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിൻ്റെ എല്ലാം ആൻസർ കിട്ടും. അതുകൊണ്ട് ഒരുപാട് വറീഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. സോ ഇതെന്ന് പറയുന്നത് ബോണാണ്, മസിലല്ല ബോണാണ്. ഇതെന്ന് പറയുന്നത് നെർവസ് ആണ്, ഇത് എപ്പിത്തീലിയലാണ്, ഇത് കണക്റ്റീവാണ്. എന്നിട്ട് നമ്മൾ എന്തോ പറഞ്ഞിരിക്കുന്നത്, ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ ആൻഡ് റൈറ്റ് ആൽഫബറ്റ് സ്യൂട്ടബിൾ ടു ഈച്ച് സ്റ്റേറ്റ്മെൻറ്റ്. പ്രൊവൈഡ് സപ്പോർട്ട്, പ്രൊട്ടക്ഷൻ ആൻഡ് ഷേപ്പ്. സോ സപ്പോർട്ടും പ്രൊട്ടക്ഷനും ഷേപ്പും കൊടുക്കുന്ന ആരാ? ബോണായിരിക്കും. ശരിയല്ലേ? എ. കവർ ദ ബോഡി പാർട്സ്. എപ്പിത്തീലിയലിൻ്റെ മെയിൻ പരിപാടിയാണ് ബോഡിയെ കവർ ചെയ്യുക എന്നുള്ളത്. ഇ. ട്രാൻസ്പോർട്ട് സബ്സ്റ്റൻസസ്. കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ ജോലിയല്ലേ ട്രാൻസ്പോർട്ടിങ് സബ്സ്റ്റൻസസ്? ഏതാ അത്? ഡി. കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഇ ആണ്, സോറി ഇത് ഇ അല്ല, ഇത് സി ആണ്. ഓക്കെ 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 ഇത് ഞാൻ എഴുതിയ ആൽഫബറ്റ്സുകൾ ഞാൻ അവിടെ കൊണ്ടുപോയി എഴുതി, അതല്ല കേട്ടോ. ഇവിടെ കണ്ട എയും ബിയും സി എന്ന് പറഞ്ഞിട്ടുണ്ട്, അതാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ശ്രദ്ധിച്ചോണേ. സോ ഇതെന്ന് പറയുന്നത് എ ആണ്. ഓക്കെ, അത് എ ആണ്, അത് കറക്റ്റാണ്. ഇതെന്ന് പറയുന്നത് ഇ അല്ല, ഇത് സി ആണ്. ഓക്കെ, അങ്ങനെയുള്ള മിസ്റ്റേക്ക് ഒന്നും പറ്റരുത്. ഇതെന്ന് പറയുന്നത് സി ആണ്. എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുന്നത് സി ആണ്. പിന്നെ ഇതാ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത് ഇവനാണ് കണക്റ്റീവ് ടിഷ്യൂ, ഡി. സോ ഡി ആണ് കണക്റ്റീവ് ടിഷ്യൂ. ഹെൽപ്സ് ടു റെസ്പോണ്ട് ബൈ റെക്കഗ്നൈസിങ് ചേഞ്ചസ്. അത് എപ്പോഴും ബിയുടെ ജോലിയാണ്, ന്യൂറൽ സിസ്റ്റത്തിൻ്റെ ജോലിയാണ് അതെന്ന് പറയുന്നത്. സോ ബി. വിച്ച് അമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ടിഷ്യൂ. എപ്പോഴൊക്കെ നോട്ട് കണ്ടു കഴിഞ്ഞാൽ അവനെ അങ്ങ് റൗണ്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കാതെ പോകും. Which among the following statement is not related to tissue? Different types of cells are seen. Similar kinds of cells are seen. Perform specific function. Formed from different cells. So tissue ആയിട്ട് യോജിക്കാത്തത് ഏതാണെന്ന് പറഞ്ഞു. ഒന്ന് ഫോംഡ് ഫ്രം ഡിഫറെൻറ്റ് സെൽസ് ഉണ്ട്, പെർഫോം സ്പെസിഫിക് ഫങ്ഷൻസ് ഉണ്ട്, സിമിലർ കൈൻഡ്സ് ഓഫ് സെൽസ് ആർ സീൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ആർ സീൻ. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ആർ സീൻ ഇല്ല. ഒരു ടിഷ്യൂ എന്ന് പറയുന്നത് സിമിലർ കൈൻഡ്സ് ഓഫ് സെൽസ് ആയിരിക്കും ഒരു ടിഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഡി, ഫോംഡ് ഫ്രം ഡിഫറെൻറ്റ് സെൽസ്, അതായത് പല സെൽസുകൾ ചേർന്ന് പെർഫോം സ്പെസിഫിക് ഫങ്ഷൻ കറക്റ്റാണ്. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൽസ് ആർ സീൻ, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൽസ് കാണപ്പെടാം, പക്ഷേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് കാണപ്പെടത്തില്ല. സോ എ ആണ് ഇവിടെ റോങ് എന്ന് തോന്നുന്നു. വിച്ച് ഇൻഡിക്കേറ്റർ ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ കോളൻകൈമ when it is observed through microscope. സോ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ കോളൻകൈമ എന്ന് പറയുന്നത് കോർണർ തിക്കൻഡ് ആയിരിക്കും. സോ തിൻ സെൽ വാൾസ്, യൂണിഫോംലി തിക്ക് സെൽ വാൾസ്, നോ ന്യൂക്ലിയസ്, ഓൺലി ദ കോർണേഴ്സ് ഓഫ് ദ സെൽസ് ആർ തിക്ക്. സോ ഡി ആണ് ഇവിടുത്തെ ആൻസർ. എക്സ്റ്റൻഡഡ് ആക്ടിവിറ്റീസ് അറേഞ്ച് ചെയ്യുക, എക്സിബിഷന് പ്രിപ്പയർ ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ദ ചാപ്റ്റർ. താങ്ക് യു.